കേരളം, ബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് ജനറൽ സെക്രട്ടറി എം.എ. ബേബി. റിപ്പോർട്ടിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച തുടങ്ങി. കേരളത്തിൽ നിന്ന് തോമസ് ഐസക്കും എളമരം കരീമും സംസാരിച്ചു. തൗഫീഖ് അസ്ലം വിശദാംശങ്ങളുമായി. തൗഫീഖ്, കേരളത്തിൽ എങ്ങനെ തോറ്റു എന്ന കാര്യത്തിൽ ഒരു റിപ്പോർട്ട് ഇപ്പോൾ എം.എ. ബേബി അവതരിപ്പിക്കണം. അപ്പോൾ ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ ഒരാൾ കൂടിയാണ് ദേശീയ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കും, ഈ തോറ്റതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹം അവിടെ അവതരിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കേന്ദ്ര കമ്മിറ്റിയുടെ ആദ്യ ദിവസം തന്നെ കേരളത്തിലെയും ബംഗാളിലെയും സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ റിപ്പോർട്ട് എം.എ. ബേബി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ കാരണങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു റിപ്പോർട്ട് അവതരിപ്പിച്ചതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. റിപ്പോർട്ടിന് മേൽ രാവിലെ തന്നെ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 2 പ്രതിനിധികൾ രാവിലെ മറ്റൊന്ന് എളമരം കരീമുമായിരുന്നു. വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് ലളിതമായി ജനങ്ങൾക്ക് മുന്നിൽ പറയണമെന്ന് തോമസ് ഐസക് യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ആളുകളോട് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന കാര്യം ഒരു ലളിതമായ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള ഒരു കാര്യം അംഗങ്ങൾ ഈ യോഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഒരു ആവശ്യമായി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായിട്ട് യോഗം പിരിഞ്ഞിരിക്കുകയാണ്. 4 മണിയോടുകൂടി വീണ്ടും യോഗം ചേരും. ഈ ചർച്ച തന്നെയായിരിക്കും ഇന്നും നാളെയും തുടരുക. 3 ദിവസമാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുക. കേരളത്തിലാണ് കൂടുതൽ പരിഗണന നൽകുന്നത്. കാരണം കേരളത്തിൽ ഭരണമുണ്ടായിരുന്നതാണ്, ആ ഭരണമാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു ചർച്ച കേരളത്തിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ബംഗാളിലെയും അസമിലെയും സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകനങ്ങളിലേക്ക് കേന്ദ്ര കമ്മിറ്റി കടക്കുക. ശരി തൗഫീഖ്.